ഇവിടെ ഞാനാണല്ലോ നിങ്ങളേല്. ഹലോ, നമ്മളിന്ന് വൈകുന്നേരം ഇപ്പോൾ ഫുക്കറ്റിൽ തന്നെ ഫാൻറ്റസിയ ഷോ കാണാൻ വേണ്ടി വന്നേക്കണേ. അടിപൊളി ആംബിയൻസ്. ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവിടെ പോകും, ഷോസ് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കണേ. അത് കഴിഞ്ഞിട്ട് ഒരു ഡിന്നറുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് വരാം. ഇതും തണുത്ത് ഇവിടെ ഒരു ഫോട്ടോ എടുക്കാം. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു നല്ലൊരു പോണ്ടും ചെറിയ വാട്ടർ ഫോൾസ് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് പോണ്ട് പോലത്തെ സ്ഥലത്ത് നിറയെ നല്ല കളർഫുള്ളായിട്ടുള്ള മത്സ്യങ്ങളും ഫാൻറ്റസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല LED ലൈറ്റുകളും മൊത്തത്തിൽ നല്ല കളർഫുള്ളായിട്ട് അടിപൊളിയാണ്, സൂപ്പറായിട്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ അവരുടെ ഒരു പവലിയൻ പോലത്തെ സ്ഥലങ്ങളുണ്ട്, നല്ല ലൈറ്റായിട്ടുള്ള. അവിടെ തായ്ലാൻഡിൻ്റെ ട്രഡീഷണലായിട്ടുള്ള കുറേ സാധനങ്ങൾ, പിന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാം. പിന്നെ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ അത് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ ടോയ്സ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള രസമുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇടയ്ക്ക് അവരുടേതായ മ്യൂസിക്കും കാര്യങ്ങളും അവിടെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്. ഓരോരോ ഷോപ്പുകളുണ്ട്. ആ ഷോപ്പുകളുടെ അകത്ത് ഷോറൂംസ് പോലത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. അതിനകത്തൊക്കെ എയർ കണ്ടീഷൻഡാണ്. അല്ലാത്ത സ്ഥലത്തേക്ക് നേച്ചറിലേക്ക് നിൽക്കുന്ന പിന്നെ ഓരോരുത്തരും അവിടെ അപ്പം തന്നെ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിപ്പുണ്ട്. അതെല്ലാം കൂടിയൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു അറ്റ്മോസ്ഫിയറായിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ എലിഫൻ്റ്, പല ടൈപ്പ് എലിഫൻ്റ്,
പിന്നെ കളർഫുള്ളായിട്ടുള്ള കുറേ സാധനങ്ങൾ. എനിക്ക് രസമായിട്ട് തോന്നി. അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. അത് ഇതിൻ്റെയൊക്കെ ഒരു പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഭയങ്കര കളർഫുള്ളാണ് എല്ലാ സാധനങ്ങളും, അവരുടെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും. പക്ഷേ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ഷോ നിങ്ങളെ കാണിക്കാൻ പറ്റും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങളവിടെ ചെന്ന് ഇതെല്ലാം കണ്ടുകഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ പ്ലാറ്റ്ഫോംസൊക്കെ കിട്ടിയിട്ട് അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വലിയ ഡൈനിങ് ഹാളിൽ ഇൻ്റർനാഷണലി, പിന്നെ തായ്ലാൻഡ്, ഇന്ത്യൻ, വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, അങ്ങനെ എല്ലാ ടൈപ്പ് ഡിഷസും കഴിക്കാൻ പറ്റുന്ന ഒരു വലിയ ഒരു ഡൈനിങ് ബുഫേ സ്പ്രെഡ് തന്നെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഷോ തന്നെ. അപ്പോൾ നിങ്ങൾ കാണുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്കുള്ള സ്ഥലങ്ങളിലുള്ള ഡാൻസുകളാണ്. പിന്നെ ഇടയ്ക്ക് ഷോ വരുന്നത് ആ സമയത്തായിരുന്നു. അപ്പോൾ ഷോ കാണിക്കാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്തേക്ക് മൊബൈലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ മൊബൈല്, നമ്മുടെ ക്യാമറ, ഇതെല്ലാം ആദ്യമേ തന്നെ അവർ ഒരു കൗണ്ടറിൽ വാങ്ങിച്ചു വെക്കും. നമുക്കൊരു ടോക്കൺ തരും. അത് ഷോ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ആ ടോക്കൺ കൊടുക്കുമ്പോൾ അത് അവർ ഭയങ്കര സേഫായിട്ടാണ് അത് വെക്കുന്നത്. നമ്മളെ കാണിച്ചു തരും. നമുക്ക് എല്ലാം ബോധ്യപ്പെടുത്തി നമുക്ക് തിരിച്ചു തരും. അങ്ങനെയാണ് അവരുടെ ഇത്. കാര്യം ഈ ഷോ അത്ര ഗംഭീര ഷോയാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര 3D ഷോയാണ്. നമ്മളരികത്ത് കൂടി മീനൊക്കെ ഇങ്ങനെ പറന്നു പോകും. പിന്നെന്താണ്, അവരുടെ ഈ ചരിത്രം, ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവരുടെ മ്യൂസിക് ആൻഡ് ഡാൻസ് ഫോമിലൂടെ, ആക്ഷൻ, അങ്ങനെ പല കാര്യങ്ങളിലൂടെ നമ്മളെ കാണിച്ചിട്ടുണ്ടായി. ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന, എത്ര ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഗാലറി ടൈപ്പ് ഒരു വലിയ ഓഡിറ്റോറിയമാണ്. അതിനകത്ത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മളുടെ സീറ്റ് അവിടെ റിസർവ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരു ദിവസം 2 നേരമാണ്, 5 മണിക്കും 9 മണിക്കും ഷോ ആണ്. അതിനകത്ത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഭയങ്കര ഹൈറ്റുള്ള ഒരു ഓഡിറ്റോറിയമാണ്. അതൊരു 5 നില ഹൈറ്റൊക്കെ വരുന്ന ഓഡിറ്റോറിയമാണ്. ഇതിൻ്റെ മുകളിൽ, ഏറ്റവും മുകളിൽ നിന്ന് ഇങ്ങനെ മനുഷ്യർ താഴത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാം ഇങ്ങനെ സ്ട്രിങ്ങിൽ കെട്ടി ഭയങ്കര ഈ സർക്കസിലൊക്കെ കാണുന്ന പോലെ. പക്ഷെ അത് ഭയങ്കര പെർഫെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഒട്ടും ഓർക്കില്ല മോളിൽ നിന്നൊക്കെ ഒരാൾ വരും. പിന്നെ ആനകൾ, 13 ആനകളാണ് അതിനകത്ത് പെർഫോം ചെയ്യുന്നത് ലൈവായിട്ട്. ഈ 13 ആനകളെ ഇരുത്താൻ പറ്റുന്ന, നിർത്താൻ പറ്റുന്ന ആ ഫൈറ്റും യുദ്ധമൊക്കെയാണ് കാണിക്കുന്നത്. അത്രയും വലിയ ഓഡിറ്റോറിയം ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും ഗംഭീരമായ ഓഡിറ്റോറിയമാണ് അതിനകത്തുള്ളത്. അപ്പോൾ പിന്നെ അതിനകത്ത് പോത്ത് വരും, കാളവണ്ടി വരും. അതൊക്കെ ഒറിജിനലാണ് കേട്ടോ, അല്ലാണ്ട് ഇതൊന്നുമല്ല. പിന്നെ കോഴികൾ, ആടുകൾ, അത് എണ്ണത്തിൽ കൂടുതൽ, എണ്ണം പറയാൻ പറ്റില്ല, അത്രയും കാര്യങ്ങൾ. കുതിര ഒക്കെ വരും. പിന്നെ നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു മൊത്തം ആ ഒരു സ്റ്റോറി നമുക്ക് പറഞ്ഞു തന്നത് നമ്മളുടെ അടുത്തും കൂടി വന്നിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാകും. അത്ര ഗംഭീരമാണ്. പിന്നെ ലൈവായിട്ട് വെടിവെക്കും, അങ്ങനെയൊക്കെയാണ്. നല്ല രസമാണ് ഇത്. നല്ല ലൈറ്റും മ്യൂസിക് ആൻഡ് ലൈറ്റ് നമുക്ക് വെച്ചിട്ടാണ്. ഈ കാണുന്നതാണ് ഗോപൻ്റെ സുഹൃത്ത് കേട്ടോ. ഈ പുള്ളിയാണ് ദേവരാജ്, ഗോപൻ്റെ ഫ്രണ്ടാണ്. പുള്ളിയാണ് നമ്മളെല്ലാത്തിനും സഹായിച്ച അവിടുത്തെ ട്രാൻസ്പോർട്ടിങ്, റൂം ബുക്കിംഗ്. പുള്ളി ട്രാവൽ ഏജൻസീസ് നടത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ അടുത്ത ഇതിൽ കിട്ടിയിട്ട് നോക്കിയിട്ട് തരാം കേട്ടോ. നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും.
ഏതാണ്ട് ഒരു 9 മണിക്ക് തന്നെ ഷോ തുടങ്ങി. ഞങ്ങൾ ഫുഡ് കഴിച്ച് പീറ്റപ്പനും ഗോപനും ആദ്യം പോയി. ഞാനും സുഖിക്കുട്ടിനും കൂടി ഭക്ഷണം കഴിച്ച് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അവിടെ എന്ന് വെച്ചാൽ ഈ കോമൺ ആയിട്ട് എല്ലായിടത്തും ലിക്കറൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെയാണ് അങ്ങനെ അവിടെ നിന്ന് മദ്യപിക്കാൻ പാടില്ല, അങ്ങനെ മദ്യപിക്കാൻ പാടില്ല. ഇവിടെ അങ്ങനത്തെ യാതൊരു റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു അലമ്പില്ല. എല്ലാവരും ഡീസൻ്റാണ്, ജെൻറ്റിലായിട്ടാണ് എല്ലാം അവരെ ഹാൻഡിൽ ചെയ്യുന്നത്. എനിവേ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഷോ ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിഗംഭീരമായിരുന്നു. പക്ഷെ അത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഏതാണ്ടൊരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഷോ ഏതാണ്ടൊരു 10:15, 10:30 വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര എൻഗേജ്ഡായിരുന്നു ആ സാധനം. നല്ല ഒട്ടും ബോറിങ്ങൊന്നും അല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഏതാണ്ടൊരു 10:30 തന്നെ ഞങ്ങളുടെ വണ്ടി പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു. അദ്ദേഹം നമ്മൾ കറക്റ്റായിട്ട് പിക്ക് ചെയ്തു. തിരിച്ച് ഞങ്ങൾ ഒരു 1 hour 30 minutes ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ഏതാണ്ട് 11-12 കാലത്തേക്കും റൂമിലെത്തി. അവിടെ റെസ്റ്റ് എടുത്തു. ഇതാണ് ഫാൻറ്റസിയ. അടുത്ത വീഡിയോയിൽ ഇനി രസകരമായ കാര്യങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരെ ഗുഡ് നൈറ്റ്.